യുഎയിൽ ജോബ് നോക്കുന്ന സമയത്ത് ജോബ് സീക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞത്. സോ അതൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞത്. കഴിഞ്ഞ വീക്ക് നമ്മൾ എല്ലാ വീക്കിലും സിറ്റ് ആൻഡ് ടോക്ക് നടത്താറുണ്ട് റാഷിദ പാർക്ക് വെച്ചിട്ട് 7 PM തേഴ്സ്ഡേയ്സിൽ. സോ അതിലൊരു കാൻഡിഡേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഏകദേശം 30-40 ജോബ്സിന് ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരൊറ്റ കോൾസ് പോലും കിട്ടുന്നില്ല എന്നിട്ട്. അപ്പോൾ ആളുടെ ജോബ് പോർട്ടൽസ് എടുത്ത് നോക്കിയപ്പോൾ ആൾ അപ്ലൈ ചെയ്ത ജോബ്സ് എല്ലാം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന കസ്റ്റമർ സർവീസ്, അതുപോലെ അഡ്മിൻ, HR റിലേറ്റഡ് ജോബ്സിനാണ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അക്കൗണ്ടൻറ്റ് റോൾസ് ഉണ്ടായിരുന്നതെല്ലാം ആൾ വന്ന ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 2 വീക്സിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു. ബാക്കി കാണുന്ന ജോബ്സിനെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആൾ പറയുന്നത് ആൾക്ക് കോൾസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ അക്കൗണ്ടൻറ്റിൻ്റെ CV വെച്ചിട്ടാണ് അഡ്മിൻ HR റോൾസിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കോൾ കിട്ടാമെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ വന്ന് ഞാൻ അക്കൗണ്ടൻ്റെ ജോബ് ആദ്യം നോക്കി, എന്നിട്ട് അതൊന്നും കിട്ടിയില്ല, അപ്പോൾ കാണുന്നതിനെല്ലാം അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതിലാണോ ഏത് ജോബാണോ നോക്കുന്നത് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ നോക്കുന്ന സമയത്ത് CV മാറ്റിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഫസ്റ്റ് വന്ന 2 വീക്സിലൊന്നും നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല എന്ത് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനത്തെ CV യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ആൾ പഴയ ഫോർമാറ്റ് CV വെച്ച് TTS ഫ്രണ്ട്ലി അല്ലാത്ത ഏതൊരു ഫാൻസി CV വെച്ചിട്ടാണ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തത്. സോ ആ കാര്യങ്ങൾക്കൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ടാവും. സോ ഞാൻ ആൾക്ക് സജസ്റ്റ് ചെയ്തത്, ഒരു പുതിയ ഇമെയിൽ ID ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ID വെച്ചിട്ട് ഈ പോർട്ടൽസ് എല്ലാം രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. അതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളും ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. താങ്ക് യു.